അർജുന്റെ ലോറിയാണ്. അതിൻ്റെ ഉള്ളിൽ അർജുനും ഉണ്ട്. നമ്മളിത് എത്രയോ കാലമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോവില്ല അർജുന്. എത്രയോ പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞാണ്, ആർക്കും വിശ്വാസം വന്നില്ലേനും ഇനി നോക്കിക്കോളി അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട്, നമ്മളെ ലോറിയാണത്. അർജുൻ ഉൾപ്പെടെ ഈ ലോറിയുടെ ക്യാബിൻ ഭാഗത്തുണ്ട് എന്ന് വികാരത്തോടെ മനാഫ് സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അർജുൻ ഓടിച്ച മനാഫിന്റെ ലോറിയാണ് ഈ ഉയർന്ന് കാണുന്നത്. ഗംഗാവാലി പുഴയിൽ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തിയിരിക്കുന്നു. ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 71 ദിവസമായി കാത്തിരുന്ന ഒരു വാർത്ത, അർജുനെ കണ്ടെത്തുക, ലോറിയുടെ ഭാഗം കണ്ടെത്തുക, അത് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ ലോറി ഗംഗാവാലി പുഴയിൽ നിന്ന് ഉയർത്തി, അതിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർ ഗംഗാവാലി പുഴയിൽ മുങ്ങി പരിശോധന നടത്തുമ്പോൾ ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തുകയും പിന്നീട് ആ ഭാഗത്തു നിന്ന് ഹുക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കൃത്യം 3 മണിയോടുകൂടിയാണ് അത് ഉയർത്തിയത്. സ്ഥലം MLA, കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ അർജുന്റെ ലോറി ഉയർത്തിയിരിക്കുന്നു. അർജുന്റേതാണ് ഉയർന്നു കാണുന്ന ഈ ലോറി എന്ന് അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മനാഫ് പറയുന്നു അതിന്റെ ക്യാബിനകത്ത് അർജുനുണ്ട് എന്ന് മനാഫ് പറയുന്നു. അർജുൻ ഉണ്ട് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ദിവസങ്ങളായി ഇവിടെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫ് ഉൾപ്പെടെയുള്ള ഉടമകളും ഉള്ളത്. ആ മനാഫ്